നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞു. അതായത് പിന്നെ റഹീം ഒരു അഡ്വക്കേറ്റ് അല്ലേ സാറേ? അതെ, അഡ്വക്കേറ്റ്. അതെ. അപ്പോ അദ്ദേഹത്തിന് അഡ്വക്കേറ്റ് ആയിട്ടുള്ള അതിൽ ഇംഗ്ലീഷിന് കുറച്ച് നൈപുണ്യം ഉണ്ടാവുമല്ലോ. പിന്നെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്ന പറഞ്ഞാല് അത് എല്ലാവർക്കും കഴിയില്ല. PG എടുത്ത് വോട്ടർക്കെല്ലാം പിന്നെ ഔട്ട് ഓഫ് കൺട്രീസിൽ പോകണം. അതായത് ഈ ലാംഗ്വേജ് ഉള്ള കൺട്രീസിൽ പോയാൽ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാം. അപ്പോ അതൊരു അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ളത് നമുക്ക് തപ്പിട്ടല്ലേ എല്ലാം പറയാൻ പറ്റും. ഫ്ലുവന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒഴുക്കിൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് അല്ലേ? അപ്പൊ ആ അഡ്വക്കേറ്റിന്റെ ആ ഒരു സ്റ്റേറ്റസ് അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ. ആ ലാംഗ്വേജ് പ്രാവീണ്യം ഉണ്ടാവുമല്ലോ സാറേ. ഉണ്ടാവണം. ആ, അദ്ദേഹം കാര്യങ്ങൾ എന്തായാലും അവിടെ കൃത്യമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കേട്ട അവർക്കാർക്കും പ്രശ്നമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കലായിട്ട് അദ്ദേഹത്തിന്റെ അവരുടെ പോരായ്മ ഉണ്ടാവും. പിന്നെ കോൺഗ്രസിൽ അവര് ഇപ്പൊ അത് പൊളിച്ചിട്ട് ഇനിയിപ്പോ അതിന് കണക്കായിട്ടില്ലേ അവർക്കെല്ലാം ആ പൊളിച്ച കൂട്ടർക്കെല്ലാം പിന്നെ താമസിക്കേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം. പക്ഷെ അവരുടെ പാളി പറ്റിയത് അവർക്കൊരു നോട്ടീസ് കൊടുക്കുക. ഫസ്റ്റ് നോട്ടീസ്